ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ക്രോഷ്യ വർക്കിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോയാണ്. ഇന്ന് നമുക്ക് ഒരു ചെറിയ ഫ്ലവർ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലവർ ക്രോഷ്യ വർക്കിൽ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്രോഷ്യയുടെ ബേസിക്സ് നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ ബേസിക് സ്റ്റിച്ചസ്, സിംഗിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തെടുക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. ഒരു ചെറിയ മോട്ടീഫ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് പല വർക്കുകളുടെയും സെൻറ്ററായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു. സ്ലിപ്പ് നോട്ട് ഇടുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, അതിൻ്റെ ട്യൂട്ടോറിയൽ. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. എന്നിട്ട് നമ്മളിവിടെ ചെയിൻ ഇടുകയാണ്. ഒരു 6 or 7 ചെയിൻ ഇടാം. ഞാനിവിടെ ഒരു 6 ചെയിൻ ഇട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചെയിനുകൾ തമ്മിൽ ഇതൊരു സർക്കിളാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചുണ്ട്, സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയും. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇപ്പോൾ ഇതിൻ്റെ 6 ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് ചെയിൻ, ആദ്യത്തെ ചെയിനിലേക്ക് ഹുക്ക് കടത്തുക. എന്നിട്ട് ഈ ത്രെഡിൽ ഒന്ന് ചുറ്റിയിട്ട് പതുക്കെ വലിച്ചെടുത്ത് സെയിം ലൂപ്പ് തന്നെ ഇതിൻ്റെയും കൂടെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അതാണ് സ്ലിപ്പ് നോട്ട്. നമുക്ക് എന്തെങ്കിലും രണ്ടെണ്ണം ജോയിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സ്ലിപ്പ് നോട്ടാണ്. സിംഗിൾ ക്രോഷ്യയിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്. ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഒരു ചുറ്റി ഒരു ലൂപ്പ് കൊണ്ടാണ് രണ്ടിൻ്റെ ഇടയിൽ കൂടെ വലിച്ചെടുക്കുന്നത്. ഇപ്പം നമുക്കിവിടെ ഒരു ചെറിയ സർക്കിൾ വന്നു. ഇനി ഇതിലാണ് നമ്മൾ അടുത്ത ബാക്കി സ്റ്റിച്ചുകൾ ചെയ്തു തുടങ്ങുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. 6 ചെയിൻ ഇട്ടു, 6 ചെയിന്. എന്നിട്ട് ഹുക്ക് ആദ്യത്തെ ചെയിനിൽ കൂടെ കടത്തി, ഫസ്റ്റ് ചെയിനിൽ കടത്തിയിട്ട് ത്രെഡിൽ ഒരു തവണ ഹുക്ക് ചുറ്റി വലിച്ചെടുക്കുക. ആ സെയിം ലൂപ്പ് തന്നെ, നമ്മളിനിയും ചുറ്റുന്നില്ല, സെയിം ലൂപ്പ് തന്നെ ഇതിൻ്റെയും കൂടെ ഉള്ളിൽ കൂടെ, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പം നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമ്മളത് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഒരു 5 അതളുള്ളൊരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ 5 പെറ്റൽസാണ് വരുന്നത്. അപ്പം നമ്മൾ ആ പെറ്റലിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ചെയിൻ ഇടേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു 4 ചെയിൻ ഇട്ടിട്ട് ട്രിപ്പിൾ ക്രോഷ്യ വെച്ചാണ് ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 4 ചെയിൻ ഇടാം. അപ്പോൾ 4 ചെയിൻ ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 ചെയിൻ ഇട്ടു. ഇനി നമ്മൾ ഈ സർക്കിളിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, ചെയിനിലല്ല, സർക്കിളിൻ്റെ ഉള്ളിലേക്കാണ് കുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് 1 ചുറ്റി 2 ചുറ്റി ഹുക്ക് യാണിൽ 2 തവണ ചുറ്റിയിട്ട് ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വെറുതെ കടത്തുക. ചെയിൻ നോക്കണ്ട, സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കടത്തി ഇതുപോലെ ത്രെഡിലൊന്ന് ചുറ്റി സർക്കിളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് വന്നു. 1 ചുറ്റിയിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക, രണ്ടാമത് ചുറ്റുക, വീണ്ടും അടുത്ത 2 കൂടെ വലിച്ചെടുത്തു, വീണ്ടും ഒന്നുകൂടെ ചുറ്റിയിട്ട് അവസാനത്തെ 2 കൂടെ വലിച്ചെടുത്തു. നമ്മളുടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ 1 2 തവണ ചുറ്റി ഈ സർക്കിളിൽ കൂടെ കിടത്തി വലിച്ചെടുക്കുക. 4 ലൂപ്പ് വന്നു. ആദ്യത്തെ 2 കൂടെ ആദ്യം വലിച്ചു, വീണ്ടും ചുറ്റി അടുത്ത 2 കൂടെ വലിച്ചു, വീണ്ടും ചുറ്റിയിട്ട് അവസാനത്തെ 2 കൂടെ വലിച്ചു. ഇപ്പോൾ നമ്മളിവിടെ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ആദ്യത്തെ ഒരു ചെയിനും പിന്നെ 2 ട്രിപ്പിൾ. ഇനി ഒരെണ്ണം കൂടെ ചെയ്യണം. ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യുകയാണ്. 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ എതൾ കൊണ്ട് ഈ ഇതിലിങ്ങനെ വളഞ്ഞ് താഴേക്ക് വരണമല്ലോ,
അപ്പോൾ അതിന് വീണ്ടും താഴേക്ക് പോകാനായിട്ട് ഒരു 4 ചെയിൻ ഇടുകയാണ്. നമ്മളിവിടെ 4 ചെയിനല്ലേ ഇട്ടത്, അതുപോലെ താഴേക്ക് ഒരു 4 ചെയിൻ ഇടണം. 4 ചെയിൻ ഇട്ടിട്ട് ഈ താഴത്തെ സർക്കിളിൽ നമ്മൾ ആ എതൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. ഈ ചെയിൻ ചെയ്തതിന് ശേഷം സർക്കിളിൽ കൂടെ കടത്തുക, എന്നിട്ട് ത്രെഡിലൊന്ന് ചുറ്റി വലിച്ചെടുത്തിട്ട് ആ സെയിം ലൂപ്പ് തന്നെ ഇതിൻ്റെ ഉള്ളിലും കൂടെ വലിച്ചെടുക്കുക. നമ്മളുടെ ഒരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും നെക്സ്റ്റ് പെറ്റൽ ഇതുപോലെ ചെയ്യണം. അങ്ങനെ 5 പെറ്റലിൻ്റെ ഒരു ഫ്ലവറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അടുത്ത പെറ്റൽ ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു 4 ചെയിൻ ഇടുക. അത് കഴിഞ്ഞിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ. വീണ്ടും 4 ചെയിൻ ഇടുക. താഴെ പോയിട്ട് താഴത്തെ സർക്കിളിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് അടുത്ത 3 പെറ്റലും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 ചെയ്തു, അതുപോലെ അടുത്ത 3 പെറ്റലുകളും കൂടി. നമുക്കിങ്ങനെ തയ്ച്ച് വരുമ്പം ഇവിടെ ഗ്യാപ്പില്ലാത്ത പോലെ തോന്നും. അത് നമുക്കിവിടെ ടൈറ്റ് ചെയ്താൽ മതി. ഇതിങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. ആ സർക്കിളിൽ നല്ലോണം ടൈറ്റ് ചെയ്തങ്ങ് വെച്ചാൽ മതി. എന്നാലേ അത് ഗ്യാപ്പില്ലാത്ത പെറ്റലുകൾ നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇവിടെ വലിച്ചപ്പോൾ ഇവിടെ ഗ്യാപ്പ് കിട്ടി. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ 5 പെറ്റലും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 5ാമത്തെ പെറ്റലായി. ഇതിൻ്റെ ഒടുവിലെത്തുമ്പോൾ 4 ചെയിൻ ഇട്ടിട്ട് 4 ചെയിൻ ഇട്ടു. ഇനി നമുക്ക് താഴത്തെ സർക്കിളിൽ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അത് ജോയിൻ ചെയ്യാം. 5 അതളായിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലെത്തുമ്പോൾ നമുക്കൊരു ഇതിൽ കൂടെ ഒന്ന് വലിച്ചെടുക്കുക. വലിച്ചങ്ങോട്ട് എടുത്തിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇത് ടൈറ്റ് ചെയ്യുന്നത് താഴേക്ക് അങ്ങ് ആക്കിയിട്ട് ടൈറ്റ് ചെയ്യുക. ഫ്ലവറിൻ്റെ ഇത് നല്ല വശമാണല്ലോ, അപ്പോൾ ബാക്കിലേക്ക് ആക്കിയിട്ട് അങ്ങ് ടൈറ്റ് ചെയ്യുക, വലിക്കുക. അപ്പോൾ ആ ത്രെഡ് ബാക്കിലേക്ക് പൊക്കോളൂ. ഇനി നമുക്കിത് ലെവലൊക്കെ കറക്റ്റ് ചെയ്യാം. ഗ്യാപ്പുകളെല്ലാം ഒരുപോലെ ആക്കുക. നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഓരോ ഇതളും ഭംഗിയായിട്ട് നിൽക്കും. ഇനി നമുക്ക് ഈ തുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇത് തമ്മിലിങ്ങനെ കെട്ടിയിട്ട് ഇത് വെറുതെ ഇങ്ങനെ കെട്ടിയിടാം. പക്ഷേ അപ്പോഴും ഇവിടെ ഒരു കെട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതുപോലത്തെ ഒരു ഒട്ടും കോർത്തിട്ടില്ലാത്ത ബ്ലണ്ടായിട്ടുള്ള ഒരു നീഡിലെടുക്കുക. എന്നിട്ട് ഇതിലിത് കോർക്കുക. ഇതുപോലെ കോർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കൂടെ വെറുതെ ഇങ്ങനെ അങ്ങനെ കോർത്ത് വയ്ക്കും. ഈ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ അങ്ങ് കോർത്താൽ മതി. ഒരു 5-6 ഇതുപോലെ കയറ്റി വിട്ടാൽ മതി. ഇതുപോലെ മറ്റേ സൈഡിലത്തെ ത്രെഡും കൂടെ ഇതുപോലെ ഒന്ന് കോർത്ത് വെച്ചേക്കുക. അപ്പോൾ പിന്നെ സേഫ് ആയിരിക്കും, ഒട്ടും നമ്മൾ വിട്ടു പോവില്ല. രണ്ടും ഒന്ന് കോർത്തു ഇട്ടൊന്ന് നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് അറ്റം ചേർത്തങ്ങ് വെട്ടി വയ്ക്കാം, കുഴപ്പമില്ല. കാരണം ഇവിടെ നമ്മൾ വെട്ടിയെങ്കിൽ അതിൻ്റെ സ്റ്റിച്ച് തീരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഒരിക്കലും അത് വിട്ടു പോവില്ല, കഴുകുമ്പോൾ ഒന്നും വിട്ടു പോവില്ല. നല്ലോണം അറ്റത്തുനിന്ന് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഫ്ലവർ നല്ല നീറ്റായിരിക്കും. അങ്ങനെ ചെയ്യുമ്പം ബാക്കിൽ കെട്ടൊന്നും ഉണ്ടാവില്ല, വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഫ്ലവറാണിത്. നമ്മളതിനകത്ത് ട്രിപ്പിൾ ക്രോഷ്യ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ കുറച്ച് ചെയിൻ സ്റ്റിച്ചും അതുപോലെ സ്ലിപ്പ് സ്റ്റിച്ചും, ഇത്രയും മാത്രമേ നമ്മളിതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്നും ബിഗിനേഴ്സ് ആദ്യമായിട്ട് ചെയ്യുന്നവർ ആ സ്റ്റിച്ചുകളുടെ വീഡിയോ കണ്ട് അതൊന്നും ചെയ്ത് നോക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം അടുത്ത ക്രോഷ്യ വർക്കിൻ്റെ വീഡിയോ ഞാൻ 2-3 ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഇട്ടതിന് ശേഷമായിരിക്കും ഇടുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത് പഠിക്കുന്നവർ, ക്രോഷ്യ വർക്ക് ചെയ്യുന്നവർ ഇതൊന്ന് ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വേറെ ക്ലോത്തിലൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടാം.
ഇതുപോലെ ഇതിൻ്റെ ഈ നടുക്കത്തെ ഈ സർക്കിൾ നമ്മൾ ആദ്യത്തെ 6 ചെയിൻ ഇട്ടുകൊണ്ട് ഇത്രയും വട്ടം, ഒരു 7 ചെയിൻ ഇട്ടാൽ കുറച്ചുകൂടെ വട്ടം കൂടി നിൽക്കും. പക്ഷേ ബിഗിനേഴ്സിന് തയ്ച്ച് പഠിക്കാൻ വേണമെങ്കിൽ വട്ടം കൂട്ടി തയ്ക്കാം, അങ്ങനെയായിരിക്കും. പിന്നെ അതുപോലെ ഇതിൻ്റെ എതളിൻ്റെ വലിപ്പം നമുക്കിപ്പോൾ ഇത് ട്രിപ്പിൾ ക്രോഷ്യ വെച്ച് ചെയ്തത് കൊണ്ടാണ് ഇത്രയും ലെങ്ത്ത് വന്നത്. ആ സമയം നമ്മൾ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുന്നെങ്കിൽ ചെറിയ ചെറിയ എതളുകളായിരിക്കും. അങ്ങനെയാണ് ഈ സ്റ്റിച്ചുകളുടെ വ്യത്യാസം വരുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ നമുക്ക് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.